നമസ്കാരം. ഇന്ന് ഇതുവരെ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോനാജറിയും ചേരുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽ ചിത്രീകരിക്കുന്നതിനിടെ അപകടത്തിൽ വടകര സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. വടകര കടമേരി സ്വദേശി ആൽവിൻ ടി കെ ആണ് മരിച്ചത്. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, സങ്കടകരമായ വാർത്തയാണ്. എങ്ങനെയാണ് ഈ യുവാവ് മരിക്കാനിടയായത്? അപകടം എങ്ങനെയായിരുന്നു? പ്രവിത, ഇന്ന് രാവിലെ 7:30 മണിയോടടുപ്പിച്ചാണ് ഈ അപകടമുണ്ടായത്. റീൽസ് ചിത്രീകരിക്കുന്നതിനായി കോഴിക്കോട് ബീച്ച് റോഡിലേക്ക് എത്തിയതായിരുന്നു വടകര കടമേരി സ്വദേശിയായ ആൽവിൻ ടി കെയും കൂട്ടുകാരും. വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ആയിരുന്നു ഇവർ ചിത്രീകരിച്ചു കൊണ്ടിരുന്നത്. ഇതിനിടയിൽ ഇവരുടെ കൂട്ടത്തിലെ തന്നെ ഒരു വാഹനം, ഡിഫൻഡർ കാർ, ഈ ആൽവിനെ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി ആൽവിന് പരിക്കേറ്റു. അങ്ങനെ ആൽവിനെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. 20 വയസ്സ് മാത്രം പ്രായമാണ് ആൽവിനുള്ളത്. ഏതാണ്ട് 11 മണിയോടടുപ്പിച്ചാണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത്. ഈ അപകടമുണ്ടായ ഉടൻ തന്നെ ആൽവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം ആൽവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. ബീച്ച് റോഡിൽ, അതായത് കോഴിക്കോട് വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ്റെ മുൻവശത്താണ് ഈ അപകടം നടന്നത്. ആൽവിനും കൂട്ടുകാരും അവർ കടമേരി സ്വദേശികളാണ്. അവർ ഈ റീൽസ് ചിത്രീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ബീച്ചിൻ്റെ സമീപത്തേക്ക് എത്തിയത്. അവിടെ വെച്ച് ഇവർ ഈ ചേസിംഗ് രംഗങ്ങൾ ആണ് ചിത്രീകരിച്ചിരുന്നത് എന്നാണ് നമ്മൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു വലിയ അപകടമുണ്ടായത്, വലിയൊരു ദുരന്തമുണ്ടായത്. ഈ ചിത്രീകരിച്ചു കൊണ്ടിരുന്ന ആൽവിൻ്റെ ദേഹത്തുകൂടി ഈ കാർ കയറിയിറങ്ങുകയായിരുന്നു എന്നുള്ളൊരു കാര്യം നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഈ അപകടമുണ്ടായത്. ആൽവിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ മൃതദേഹം ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ തുടരുകയാണ്. കേരളത്തിൽ അധികം നമ്മൾ ഇത്തരം വാർത്തകൾ കണ്ടിട്ടില്ല. എങ്കിൽ പോലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും റീൽസ് ചിത്രീകരണത്തിനിടെ പലരും മരിക്കുന്നതും അപകടത്തിൽപ്പെടുന്നതുമൊക്കെ പതിവ് വാർത്തയും സംഭവവുമാണ്. ഇതിപ്പോൾ ആൽവിനോടൊപ്പം എത്ര പേർ ഉണ്ടായിരുന്നു? ഈ റീൽസ് ചിത്രീകരണവും ഒപ്പം തന്നെ ഈ ചേസിംഗും എന്നും പോലീസിന്റെയോ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ അഭിജിത്ത്? പ്രവിത, ഇത് ആ രീതിയിലുള്ള ഒരു സാഹസിക റീൽസ് രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിന് എത്തിയതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടി റീൽസ് എടുത്തു നൽകുന്ന ഒരാളായിരുന്നു ആൽവിൻ. വിദേശത്തൊക്കെ, അതായത് ഈ ഗൾഫ് നാടുകളിലൊക്കെ ഇത്തരം ജോലി ചെയ്തിരുന്ന ഒരാളുമായിരുന്നു. നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ രീതിയിൽ ഒരു റീൽസ് ചിത്രീകരിച്ച് നൽകുന്നതിൻ്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിന് സമീപത്തേക്ക് എത്തിയതായിരുന്നു. തൻ്റെ കൂട്ടുകാരുടെ ഒപ്പമായിരുന്നു ആൽവിൻ എത്തിയത്. കാറിൻ്റെ ചേസിംഗ് രംഗങ്ങൾ ചിത്രീകരിക്കുകയായിരുന്നു ഇവർ. അതിനിടയിലാണ് ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു അപകടമുണ്ടായത്. എന്താണ് ഇത്തരത്തിൽ ഈ കാറ് നിയന്ത്രണം വിട്ടാണോ അപകടമുണ്ടായത്? ഇനി അതല്ല, അബദ്ധത്തിൽ കാറിൻ്റെ മുന്നിലേക്ക് ഈ ആൽവിൻ വീണു പോവുകയായിരുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നിലവിൽ പോലീസ് നൽകുന്ന വിവരമനുസരിച്ച്, പ്രാഥമിക വിവരമനുസരിച്ച് ഈ ഡിഫൻഡർ കാറാണ് ഈ അപകടമുണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊരു ബെൻസ് കാർ കൂടി ഉണ്ടായിരുന്നു. ഇവർ ഈ സംഘങ്ങളൊക്കെ, അതായത് ആൽവിനും കൂട്ടുകാരുമൊക്കെ എത്തിയത് ഈ കാറുകളിലായാണ്. തുടർന്ന് അവർ ബീച്ച് പോലീസ് സ്റ്റേഷൻ്റെ മുൻവശത്ത് വെച്ച് വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ്റെ മുൻവശത്ത് വെച്ച് റീൽസ് ചിത്രീകരിക്കുന്നു. അതിനിടയിൽ ഈ രീതിയിലുള്ള അപകടമുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആൽവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു, ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. നിലവിൽ മൃതദേഹം ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണുള്ളത്. പ്രവിത, നിലവിൽ ആർക്കെങ്കിലും എതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അഭിജിത്ത്? തീർച്ചയായും പ്രവിത, നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. വെള്ളയിൽ പോലീസ് KL 10 BK 0001 ഡിഫൻഡർ, ഈ ഒരു ഡിഫൻഡർ കാർ, ഈ നമ്പറിലുള്ള ഡിഫൻഡർ കാർ ഓടിച്ച ആൾക്കെതിരെ നിലവിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതിൽ FIRൽ പറയുന്നത് ഇങ്ങനെയാണ്: കോഴിക്കോട് ബീച്ചിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മുൻവശത്ത് വെച്ചാണ് ഈ അപകടമുണ്ടായത്. KL 10 BK 0001 നമ്പർ ഡിഫൻഡർ വാഹനം അശ്രദ്ധയിൽ ഓടിച്ച് മനുഷ്യജീവൻ അപായം വരത്തക്ക രീതിയിൽ ഓടിച്ചു വന്നതിലാണ് ഇപ്പോൾ ഈ ആൽവിന് ഇത്തരത്തിൽ ജീവാപായം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും റീൽസ് ചിത്രീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന് വേണ്ടി സാധാരണ നിലവിൽ നമ്മൾ കാണാറുള്ളതാണ് ഈ രീതിയിൽ റീൽസൊക്കെ. പല സ്ഥാപനങ്ങളും അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായൊക്കെ റീൽസുകൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായുള്ളൊരു റീൽസ്
ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഈ അപകടം എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. രാവിലെയാണ് അപകടമുണ്ടായത്. രാവിലെ ഏതാണ്ട് 7:30 മണി സമയത്തോടെയാണ് ഈ അപകടമുണ്ടായത്. ഈ സമയങ്ങളിലൊക്കെ ബീച്ചിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള ഷൂട്ടിങ്ങുകൾ, അതായത് ഇത്തരം റീൽസിൻ്റെയും മറ്റ് വെഡ്ഡിംഗ് ഷൂട്ടുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ അതിൻ്റെ ആവശ്യാർത്ഥം ഇവിടേക്ക് എത്തിയ കടമേരി സ്വദേശിയാണ് ആൽവിൻ. ആൽവിൻ്റെ കൂട്ടുകാരും ഒപ്പം ഉണ്ടായിരുന്നു. അതിനിടയിൽ ഈ കാർ ചേസിംഗ് രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിൽ നടന്ന ഒരു അപകടമാണിത്. അങ്ങനെയാണ് ഈ അപകടത്തിൽ ആൽവിന് പരിക്കു പറ്റുകയും നിലവിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. ഈ വാർത്തയുടെ തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഈ അപകടത്തിൽ വടകര സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. 20 വയസ്സ് മാത്രം പ്രായമുള്ള വടകര കടമേരി സ്വദേശി ആൽവിൻ ടി കെ ആണ് മരിച്ചത്. കോഴിക്കോട് നിന്നുള്ള വാർത്തയിലേക്കാണ്. കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽ ചിത്രീകരിക്കുന്നതിനിടെ അപകടത്തിൽ വടകര സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ സംഭവം നടന്നത് രാവിലെയാണ്. അപകടമുണ്ടായത് ഉടൻ തന്നെ ഈ ആൽവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിരുന്നോ? മരണകാരണം എന്താണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്? പ്രവിത, ഈ വാഹനമിടിച്ചുണ്ടായ പരുക്ക് തന്നെയാണ് മരണകാരണം. രാവിലെ പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 7:30 മണിയോടടുപ്പിച്ചാണ് ഈ അപകടമുണ്ടാകുന്നത്. ഈ സമയത്താണ് ഇവർ ഇവിടേക്ക് എത്തിയത്. ഏതാണ്ട് അതിന് അല്പസമയം മുൻപ് ഇവർ ഈ റീൽസ് ചിത്രീകരിക്കുന്നതിനായി ഇവിടേക്ക് എത്തുന്നു. അതിനെ തുടർന്ന് 7:30 മണിയോടടുപ്പിച്ച് ഈ അപകടമുണ്ടാകുന്നു. അപകടമുണ്ടായ ഉടൻ തന്നെ ഇതേ വാഹനത്തിൽ, ഈ അപകടം നടന്ന അതേ വാഹനത്തിൽ തന്നെ ആൽവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു, ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ മരണം സംഭവിക്കുകയായിരുന്നു. ഈ അപകടത്തിൽ, ഡിഫൻഡർ കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി തന്നെ ആൽവിന് പരിക്ക് പറ്റിയിരുന്നു. അതിനാൽ തന്നെ ആൽവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആൽവിൻ്റെ കൂട്ടത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും നമുക്കൊരു കൃത്യമായ ഒരു വിവരം ലഭിക്കേണ്ടിയിരിക്കുന്നു. 2 കാറുകളിലായാണ് ഇവർ എത്തിയത്. ഈ ആൽവിനും സുഹൃത്തുക്കളും ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അങ്ങനെ എത്തിയ ഇവർ ഈ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മുൻപിൽ വെച്ച് ഇവർ ഈ റീൽസ് ചിത്രീകരിക്കുന്നു. അതിനിടയിൽ ഈ ഒപ്പമുണ്ടായിരുന്ന, ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഡിഫൻഡർ കാർ ആൽവിനെ ഇടിക്കുന്നു. അങ്ങനെ ആൽവിന് പരിക്കു പറ്റുന്നു. ആൽവിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ജീവാപായം ഉണ്ടാകുന്നു. ഇതാണ് ഉണ്ടായത്. ഏതായാലും വളരെ ദുഃഖകരമായ ഈ അപകടത്തിന് കാരണം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അമിത വേഗമാണോ അപകടത്തിന് കാരണം? പ്രവിധ, നിലവിൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാറുകൾ തമ്മിലുള്ള ചേസിംഗ് സീനുകൾ ചിത്രീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ആ ചേസിംഗ് സീനുകൾ ചിത്രീകരിക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടമാവുകയും തുടർന്ന് ഈ ഡിഫൻഡർ കാർ ആൽവിൻ്റെ ഇടിക്കുകയുമായിരുന്നു. ഇങ്ങനെയാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് ഉൾപ്പെടെ നമുക്ക് തരുന്ന വിവരം അങ്ങനെയാണ്. ഇങ്ങനെയുണ്ടായ അപകടത്തിലാണ് ആൽവിന് ഗുരുതരമായി പരിക്ക് പറ്റിയത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ആൽവിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. ഇതേ കാറിൽ തന്നെ, അപകടമുണ്ടാക്കിയ ഡിഫൻഡർ കാറിൽ തന്നെ ആൽവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എത്ര പേരുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര പേരുണ്ടായിരുന്നു ഈ സംഘത്തിൽ എന്നുള്ളതിനെക്കുറിച്ചും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. 2 കാറുകളിലായാണ് ഇവർ എത്തിയത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സാഹസികത നിറഞ്ഞൊരു റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ പറ്റിയ അപകടമാണോ, അതോ ഇനി അബദ്ധത്തിൽ മറ്റേതെങ്കിലും രീതിയിൽ സംഭവിച്ചതാണോ എന്നതൊക്കെയുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, ഒരു വ്യക്തത നമുക്ക് വരും മിനിറ്റുകളിൽ നമുക്ക് ലഭ്യമാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ആൽവിൻ്റെ മൃതദേഹം ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. ബന്ധുക്കളൊക്കെ ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരൊന്നും നിലവിൽ ആ രീതിയിൽ പ്രതികരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല. അവരോട് സാധാരണ രീതിയിലുള്ളൊരു അപകടമുണ്ടായി, വാഹനാപകടമുണ്ടായി ആൽവിന് എന്നുള്ളതാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ അവർ നിലവിൽ ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഉള്ളത്. വിവരം അവരെ അറിയിച്ചിട്ടുണ്ട്, അവർ എത്തിയിട്ടുമുണ്ട്. ഏതായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ. കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടത്തിൽ വടകര സ്വദേശിയായ യുവാവിന് ജീവൻ നഷ്ടമായത്. വടകര കടമേരി സ്വദേശി ആൽവിൻ ടി കെ ആണ് മരിച്ചത്. 20 വയസ്സ് മാത്രമാണ് ആൽവിന് പ്രായം. ആഡംബര കാറുകളുമായി എത്തി റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. നിലവിൽ FIR ഇട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവസ്ഥലത്ത് നിന്നും ആൽവിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ നൽകുന്ന വിവരം. മറ്റൊരു വാർത്തയിലേക്ക്. താനൂരിൽ അമ്മയെയും മകളെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് എത്തി വീട്ടിൽ പരിശോധന നടത്തുകയാണ്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. വിപിൻ, എന്താണ് പോലീസ് പറയുന്നത്?
ഇതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 1:30 കൂടിയാണ് അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 74 വയസ്സുള്ള ലക്ഷ്മി ദേവി, അതുപോലെ ദീപ്തി 36 വയസ്സുള്ള ദീപ്തി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ ഈ സമയത്ത് ഇവരുടെ മരുമകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മരുമകൾ കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ വാതിൽ അടഞ്ഞ നിലയിലായിരുന്നു. അങ്ങനെ അടുത്തുള്ളവരെയൊക്കെ വിളിച്ച് വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് മകൾ മരിച്ച നിലയിലും അതുപോലെ തന്നെ അമ്മ തൂങ്ങി മരിച്ച നിലയിലുമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മാനസിക പ്രയാസം നേരിടുന്ന ഒരു ഭിന്നശേഷിക്കാരിയായിരുന്നു മരിച്ച മകൾ. അപ്പോൾ എന്താണ് ഈ ഒരു മരണത്തിന്റെ കാരണം എന്നതിനെ സംബന്ധിച്ചൊക്കെ പോലീസ് അന്വേഷിച്ചു വരുന്നേ ഉള്ളൂ. അത് ഒപ്പം തന്നെ ഈ മകൾ എങ്ങനെയാണ് മരിച്ചത് എന്നതിനെ സംബന്ധിച്ചും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഒരു വ്യക്തത വരികയുള്ളൂ. ഒപ്പം തന്നെ ഈ ഭർത്താവിന്റെ രണ്ടാമത്തെ ഭാര്യയാണ് ഈ മരിച്ചിട്ടുള്ള ലക്ഷ്മി ദേവി. മറ്റ് 2 മക്കളുടെ കൂടെയായിരുന്നു താമസം. അപ്പോൾ ഈ മരണകാരണത്തെ സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ ഒരു വ്യക്തത വരുത്തുന്നതേ ഉള്ളൂ. പ്രവിത. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഗജവീരൻ കല്ലേക്കുളങ്ങര രാജഗോപാലൻ ചെരിഞ്ഞു. പാലക്കാട് കല്ലേക്കുളങ്ങര എമോർ ഭഗവതി ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. നിഖിൽ, സ്വാഭാവികമായും കല്ലേക്കുളങ്ങര രാജഗോപാലിന് ഒരുപാട് ആരാധകരൊക്കെ ഉള്ള ഒരു ഗജവീരൻ തന്നെയാണ്. എന്താണ് ആനയ്ക്ക് സംഭവിച്ചത്? എന്താണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം? പ്രവിത, കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഈ ഗജവീരൻ ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ദേവസ്വത്തിന് കീഴിലുള്ള ആനയായിരുന്നു. ഏമൂർ ഭഗവതിയുടെ മാനസപുത്രൻ എന്നാണ് ഈ ആനപ്രേമിയുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നത്. 56 വയസ്സായിരുന്നു ഈ ഏമൂർ ഭഗവതി ദേവസ്വത്തിന്. ഈ 56 വർഷമായി ഈ ഏമൂർ ദേവസ്വത്തിന് കീഴിൽ ഈ ആനയുണ്ട്. 10 വയസ്സാകുമ്പോഴേക്കും ഇവിടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 70-നടുത്ത് പ്രായം ഈ ഗജവീരന് ഉണ്ടാകും. കാലിന് ചില അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ഈ ആന ഇന്നിപ്പോൾ ചെരിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രവിത. ശരി നിഖിൽ. കൊച്ചിയിൽ മദ്യപിച്ച് കോടതിയിൽ പരാതി പറയാനെത്തിയ അതിഥി തൊഴിലാളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശരീരത്തിൽ പരുക്കേറ്റ നിലയിലാണ് കോടതി പരിസരത്ത് ഇയാൾ എത്തിയത്. കസ്റ്റഡിയിലെടുത്ത തൊഴിലാളിയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാം, എത്രത്തോളം ഗുരുതരമാണ് ഇയാളുടെ പരുക്ക്? ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിനായിട്ടുണ്ട്. പ്രവിത, ഇന്ന് വൈകിട്ടാണ് എറണാകുളം CJM കോടതിയിലേക്ക് ശരീരത്തിൽ പരിക്കേറ്റ നിലയിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഓടിയെത്തിയത്. കോടതിയുടെ മുറ്റത്ത് വെച്ച് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ തടഞ്ഞു. പക്ഷേ കോടതിക്കുള്ളിൽ പരാതി പറയണം, തന്നെ ചിലർ ചേർന്ന് മർദ്ദിച്ചു എന്ന് ഇയാൾ പറയുന്നുണ്ടായിരുന്നു. മദ്യപിച്ച നിലയിലായതിനാൽ ഇയാളെ കോടതിയിലേക്ക് കയറ്റിവിടാൻ പോലീസുകാർ തയ്യാറായില്ല. ഇയാൾ ബലം പ്രയോഗിച്ചതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്ന് ഇതര സംസ്ഥാന തൊഴിലാളിയെ തടഞ്ഞു വെക്കുകയായിരുന്നു. പിന്നീട് സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ഇയാളുടെ ശരീരത്ത് പരിക്ക് ഗുരുതരമാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടാണ് അറിയുന്നത്. മദ്യപിച്ച നിലയിലായതിനാൽ ബോധം വന്ന ശേഷം കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുമെന്നുള്ളതാണ് സെൻട്രൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല വിശേഷങ്ങളാണ് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. നോക്കാം ഇനി ശബരിമലയിലെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ അപകടത്തിൽ വടകര സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. വടകര കടമേരി സ്വദേശി ആൽവിൻ TK മരിച്ചത്. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, ഇപ്പോൾ ആ പോലീസ് സ്റ്റേഷനടുത്ത് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ അവിടുത്തെ ആ ഒരു സാഹചര്യം എന്നാണ് പോലീസ് പറയുന്നത്? അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ടോ?
പ്രവിത, നമുക്കിത് ദൃക്സാക്ഷികളുമായി സംസാരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇതിന്റെ ചില CCTV ദൃശ്യങ്ങളുണ്ടെന്ന് പറയുന്നു. അത് കണ്ട ചിലർ പറയുന്നത് ഈ റോഡിന് നടുവിൽ വെച്ചായിരുന്നു ഈ ചിത്രീകരണം. അതായത് ആൽവിൻ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇരുവശങ്ങളിലും വാഹനങ്ങൾ ചേസിംഗ് നടത്തുകയും അതിന്റെ ദൃശ്യങ്ങൾ ആൽവിൻ ഷൂട്ട് ചെയ്യുകയുമായിരുന്നു. ഇതിനിടയിലാണ് അപകടമുണ്ടായത് എന്നുള്ള കാര്യമാണ് നിലവിൽ ഈ CCTV ദൃശ്യങ്ങൾ കണ്ട ഒരാൾ നമ്മളോട് നേരത്തെ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. അതായത് ആ സമയത്ത് ഇവിടെ ആ ഒരു അപകടം നടന്നത് ആരും കണ്ടിട്ടില്ല. രാവിലെ 7:30 മണിയോടടുപ്പിച്ചായിരുന്നു ഈ അപകടമുണ്ടായത്. ഈ വെള്ളയിൽ സ്റ്റേഷന്റെ സമീപത്ത് തന്നെയാണ് അപകടമുണ്ടായത്. നിലവിൽ ഇവിടെ 2 വാഹനങ്ങൾ നമുക്ക് കാണാം, ഒരു ഡിഫൻഡറും ഒപ്പം ഒരു ബെൻസും. ഈ 2 വാഹനങ്ങളാണ് ഈ അപകടമുണ്ടാക്കിയത് എന്നുള്ളൊരു വിവരമാണ് നിലവിൽ നമ്മളോട് പോലീസ് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. ഈ 2 വാഹനങ്ങളിലായാണ് ഈ ചെറുപ്പക്കാർ ഇവിടേക്ക് എത്തുകയും തുടർന്ന് ഇത്തരത്തിൽ റീൽസ് ചിത്രീകരിക്കുകയും ചെയ്തത് എന്നുള്ള കാര്യമാണ് നിലവിൽ നമ്മളോട് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ആൽവിനെ ഈ അപകടമുണ്ടായതിന് പിന്നാലെ ആൽവിനെ സുഹൃത്തുക്കൾ തന്നെ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആശുപത്രിയിൽ എത്തിച്ച് ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആൽവിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഏതായാലും വലിയൊരു ദുരന്തം, വലിയൊരു അപകടം ആണ് ഈ ഒരു ചെറുപ്പക്കാരനുണ്ടായത്. കേവലം 20 വയസ്സ് മാത്രമാണ് പ്രായം. ഒരു സാധാരണ രീതിയിൽ നമ്മൾ എടുക്കുന്നത് പോലെയല്ല, മറ്റ് ഒരു കമ്പനിയുടെ ആവശ്യാർത്ഥം ഒരു റീൽസ് ചിത്രീകരിക്കുന്നതിനായാണ് ആൽവിനും സംഘവും ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അതിനിടയിലാണ് ഈ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായത് എന്നും അറിയുന്നു. ഏതായാലും ആ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കേണ്ടതുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത്, വാഹനം ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ റീൽസ് ചിത്രീകരണം എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് പറയുന്നുണ്ടോ? പ്രവിധ, അക്കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത നൽകുന്നില്ല. നിലവിൽ പോലീസ് പറയുന്നതനുസരിച്ച് ഈ 2 വാഹനങ്ങളാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഒരു ഡിഫൻഡർ വാഹനം നമുക്ക് കാണാം, ഒരു ബ്ലാക്ക് കളർ ഡിഫൻഡർ, ഒപ്പം തന്നെ നമുക്കൊരു ബെൻസ് കാറും നമുക്ക് കാണാം. ഈ 2 വാഹനങ്ങളാണ് ഈ ചിത്രീകരണത്തിന് വേണ്ടി, റീൽസ് ചിത്രീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഈ ചിത്രീകരണത്തിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് എന്നും അറിയുന്നു. ഇവ ഈ ആൽവിന്റെയും സുഹൃത്തുക്കളുടെയും തന്നെ വാഹനമാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ നമ്മൾ ഒരു വ്യക്തത തേടേണ്ടിയിരിക്കുന്നു, ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും പോലീസ് പറയുന്നതനുസരിച്ച് ഈ 2 വാഹനങ്ങൾ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ അഭിജിത്ത് നടുറോഡിലാണ് ഈ റീൽസ് ചിത്രീകരണം നടത്തിയതെന്ന് പറയുന്നു. രാവിലെ 7:30ക്കാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സമയം റോഡിൽ മറ്റു വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണോ? പ്രവിധ, അങ്ങനെയാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ചിത്രീകരണം നടക്കുന്ന സമയത്ത് ഇവിടെ മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ ഈ 2 വാഹനങ്ങൾ 2 സൈഡുകളിലാക്കി നിർത്തിക്കൊണ്ട് മധ്യത്തിൽ നിന്നുകൊണ്ടായിരുന്നു ഈ റീൽസ് ചിത്രീകരണം എന്നുള്ളതാണ് ഈ CCTV ദൃശ്യങ്ങൾ കണ്ട ചിലർ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണാം, ഇതാണ് വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ മുൻവശം. ഈ വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് വെച്ചിട്ടാണ് ഈ റീൽസ് ചിത്രീകരണം നടന്നത്. അതായത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ റോഡിന്റെ 2 സൈഡുകളിലായി വാഹനങ്ങൾ നിർത്തി ഈ വാഹനത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആൽവിൻ റീൽസ് ചിത്രീകരിച്ചു എന്നുള്ള വിവരമാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. അക്കാര്യത്തിൽ നമ്മളൊരു സ്ഥിരീകരണം അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത മിനിറ്റുകളിൽ നമുക്കുണ്ടാവുകയും ചെയ്യും. ഏതായാലും അങ്ങനെ സംഭവിച്ച ഒരു അപകടമാണ്. ആ അപകടത്തിൽ ആൽവിന് ഗുരുതരമായി പരിക്ക് പറ്റുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് ആൽവിനെ മാറ്റുകയും ചെയ്തു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഏതായാലും ദാരുണമായ ഒരു സംഭവം. ഒരു 20 വയസ്സുകാരനായ ഒരു യുവാവിന് ഇങ്ങനെ റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു അപകടത്തിൽപ്പെട്ട്. പ്രവിധ, ശരി, അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി CCTV ദൃശ്യങ്ങളൊക്കെ ലഭ്യമാകേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ അപകടം എങ്ങനെയുണ്ടായി എന്നുള്ളതിൽ കൂടുതൽ കൃത്യത വരിക. കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിലാണ് 20 വയസ്സുകാരനായ വടകര സ്വദേശിക്ക് ജീവൻ നഷ്ടമായത്. വടകര കടമേരി സ്വദേശി ആൽവിൻ TK ആണ് മരിച്ചത്. ആഡംബര വാഹനങ്ങൾ, അതായത് ഒരു ബെൻസും ഡിഫൻഡറും ചേർന്ന് ചേസ് ചെയ്യുന്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് ആൽവിന് ജീവൻ നഷ്ടമായതെന്നാണ് മനസ്സിലാക്കുന്നത്.